ഏറ്റു. ആരാരെക്കൊല്ലും? തിരുവനന്തപുരം മർക്കോസ് 13:12 വായിച്ചാട്ട്. മക്കളെടുത്താട്ട്, എല്ലാവരും എടുത്താട്ട്. ആരാരെക്കൊല്ലും? മർക്കോസ് 13:12 വായിക്കാം മക്കള്. സഹോദരൻ സഹോദരനെ 5 പരക്കാലം ഞാൻ CSI പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാ ആറാട്ടുകുഴിക്കടുത്ത് ചേട്ടൻ അനിയനെ കൊന്നു. സ്വത്തിന് വേണ്ടി ചത്തവങ്കര പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ അനിയനെ കൊന്നു. ഈ ദിവസങ്ങളിൽ മനോരമ കണ്ടില് കാഞ്ഞിരപ്പള്ളിയിൽ കരിമ്പനാൽ 2 സഹോദരങ്ങളെ 40 കോടി രൂപയ്ക്ക് വേണ്ടി തട്ടിക്കളഞ്ഞ്. എത്ര വലിയ കാര്യം! സഹോദരനെയും അടുത്തത് അപ്പൻ മകനെയും. മലയങ്കീട് മേപ്പൂക്കട പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കള്ളു കുടിച്ചിട്ട് വന്ന അപ്പൻ മകനെ തീർത്ത് കളഞ്ഞു. ലോകം തീരാറായോ? എല്ലാവരും കേട്ടിട്ട് അതിൻ്റെ ഒരു ഭാഗമാ സാർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് മയക്കുമരുന്ന് അടിക്കുന്ന ചെറുപ്പക്കാർ രാത്രി വന്നിട്ട് അമ്മയുടെ കഴുത്തറത്തു. മനസ്സിലാകുന്നവർക്കായി തീർന്നില്ല. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട ഇറങ്ങുന്ന സിറ്റി ലോഡ്ജിനകത്ത് നിന്ന് ചെറുപ്പക്കാരന് നെടുമങ്ങാട്ടുകാരൻ പോയി രാവിലെ തലങ്ങും വിലങ്ങും തീർത്ത് കളഞ്ഞത്. എവിടം വരായി? തിരുവനന്തപുരം. ബാക്കിയൂടെ കേട്ടാട്. നമ്മുടെ മലയങ്കാരൻ ദീപു JCB മേടിക്കാൻ പോയി അവൻ്റെ 2 കൂട്ടുകാരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. 1 അജി, 2 ജസ്റ്റിൻ, അവൻ്റെ കൂടെ നടന്നവരാ. ഇവനെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ച വന്നില്ല. മലയങ്കാരൻ ദീപു പോയപ്പോൾ ചൂഴമ്പാലക്കാരൻ അമ്പിളി 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കളിക്കാവുള്ള ചെക്ക് പോസ്റ്റിന് ഇവിടെ വെച്ച് കഴുത്തറത്ത് മാറ്റി. തിരുവനന്തപുരം. തീർന്നില്ലയോ? ആടിനെ അറക്കുന്ന പോലെ തീർന്നോ മാമേ? ലോകം തീരാറായി. 1500 രാത്രി ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചതായോ. മങ്കയത്ത് പിടിഞ്ഞാറുമെല്ലാം വന്നപ്പോഴേ എനിക്ക് പിടികിട്ടിയ ഇവിടെ എല്ലാം ഞാൻ വന്ന് കിടന്ന് പ്രസംഗിച്ചതാ. ഇന്ന് രാത്രി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള സകല ചായക്കടക്കാരും എന്നെ അറിയാം. ഇപ്പോൾ റോബർട്ട് ബാഷ് സന്തോഷമില്ല, 2 ചായ അടിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഒരു ഞായറാഴ്ച രാവിലെ മനസ്സിലാക്കണം, ഞാൻ ചർച്ചിപ്പാൻ നിന്നപ്പോൾ ആര്യാഭവനിലെ പയ്യൻ എന്നെ വിളിക്കുന്നു. മൊബൈൽ നമ്പറുണ്ട്. സാറേ സംഭവിച്ചു. ഞാൻ ചോദിച്ചു എന്താ? താണ്ടെ തമ്പാനൂർ കൊടിയിൽ ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ 52കാരൻ കൈരളിക്കാർ, 42കാരി വിളപ്പൽശാലിയക്കാരിയെ പച്ചക്കാടിനെ ഇറക്കുന്ന പോലെ അറത്തങ്ങ് മാറ്റി. എവിടം വരായി അമ്മാമേ? കാലം തീരാറായോ? തിരുവനന്തപുരം മാത്രം പിടി. എവിടം വരായി? കൊലപാതകം ഞങ്ങളുടെ നാട്. കൊട്ടാരക്കര വന്ദനദാസ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടി, ഭാവിയിൽ ഡോക്ടറാവാൻ കാത്തിരുന്ന നരാധമൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരധ്യാപകൻ പച്ചയ്ക്ക് കുത്തി പിളർത്തി കളഞ്ഞു. എവിടം വരായി? തൊട്ടടുത്ത് തമിഴ്നാട് കിടക്കുന്നു. ഇന്ന് നാൾക്കല്ലെ ഉലകത്തിൻ മുടിവ് കടസിക്കാല ചെയ്തികൾ എന്നാ പേസുകരുത്. തമിഴന്മാർ ഒന്നുമില്ല 2 പാഴ്വാക്ക് പറയൂ. അമ്മ ഇത്തരം കത്തിക്കുത്ത് നടത്തത്തില്ല. ഇത് കണ്ടില്ലേ? എവിടായി? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. കേരളം. പേപ്പർ വായിക്കാൻ ഞെട്ടൽ. കഴിഞ്ഞ ദിവസം കേട്ടാട്ടെ, അതുകൂടെ കേട്ടാട്ടെ. പെന്തിക്കോസുകാർ നാട്ടുകാർ പാലോട് മൊത്തം കേട്ടാട്ടെ. എറണാകുളത്തൊരു പെൺകുട്ടി, ഭർത്താവില്ല, അവൾക്കൊരു കുഞ്ഞുണ്ടായി. അടുത്ത കല്യാണം വന്നപ്പോൾ അവൻ പറഞ്ഞു ഈ കുഞ്ഞിനെ തീർക്കണം. കഴുത്ത് ഞരിച്ച് കൊന്നു. സ്വന്തം കുഞ്ഞിന് ആമസോണിന്റെ കവറിനകത്തെടുത്ത് റോഡിലെറിഞ്ഞു. വയറ്റില്ല. സ്വോത്രം. കേരളം എവിടം വരെ? കാലം തീരാറായി. കർത്താവ് എല്ലാത്തിനും തീർക്കാൻ പോകുന്നു. ഇന്നത് 2 കളമശ്ശേരി. ഒരു പെൺകുട്ടിയുടെ ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ചു. 1.5 വയസ്സുള്ള കുഞ്ഞ്. താണ്ട കുഞ്ഞുമോൻ അവിടെ ചാടുന്നത് പോലെ നല്ലൊരു കുഞ്ഞുമോൻ. അപ്പം വേറൊരു കാമുകൻ വന്ന് അവൻ പറഞ്ഞു നിന്നെ ഞാൻ കെട്ടാം, പക്ഷേ ഈ കുഞ്ഞിനെ കൊല്ലണം. അവൾക്ക് കൊല്ലാൻ പറ്റിയില്ല. അവളെന്താ കഥകിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ കഴുത്തിട്ട് ഞെരിച്ച് അങ്ങ് ശരിയാക്കി. കളമശ്ശേരി ചെന്നപ്പോൾ കുഞ്ഞ് ചത്തുപോയി. അപ്പോൾ ഡോക്ടർമാർക്ക് പിടികിട്ടി. 2നും കൊടുത്ത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഡയറക്റ്റ് IPS ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കണ്ട് പുള്ളി കരഞ്ഞെന്നാ കളമശ്ശേരി റേഷൻ സൂപ്രണ്ട് പറഞ്ഞത്. 1 മാസം പുള്ളി ഫ്രീസറിൽ വെച്ചു. 1 മാസം കഴിഞ്ഞിട്ട് അപ്പം വന്നില്ല, മൊബൈൽ നമ്പരും ഇല്ല. അദ്ദേഹം നല്ലൊരു ശവപ്പെട്ടി മേടിച്ചു. നല്ല കുഞ്ഞിനെ 1.5 വയസ്സുകാരന് ഡ്രസ്സ് വിട്ടു. എന്നിട്ട് ആ ശവപ്പെട്ടിയിൽ എഴുതി വെച്ച് മകനെ വിടാ. എന്നിട്ട് 2 പൂ അതിനകത്ത് വെച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 1.5 വയസ്സുള്ള സൂര്യമുഖമുള്ള കുഞ്ഞിനെ അടക്കി. കേരളം എവിടം വരെ എത്തി? തീർന്നില്ല. പൂവാർ. കേട്ടാട്ട് നാട്ടുകാർ. CSIയിൽ എത്ര കൊല്ലം ഞാൻ പ്രസംഗിച്ച പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറി, നല്ലൊരു ഹോമിയോ ഡോക്ടർ സാർ. അവരാങ്ങളെ 2 പേര് അച്ഛന്മാർ മുറ്റത്ത് കൺവെൻഷന്. അവർ പറഞ്ഞു ഒരു കഴിഞ്ഞ നവംബറിൽ ഞാൻ എവിടെയോ പോയപ്പോൾ ആ സാറിനെ വിളിക്കുന്ന കർത്താവ് വരാറായെന്ന്. ഞാൻ ചോദിച്ച് എന്താ ദർശനം വല്ലതും കിട്ടിയോ സാറേന്ന്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് പാസ്റ്ററെ സംഭവിച്ചു. 3.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 9 മാസവും 9 ദിവസവും 9 വിനാഴികയെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് പൂവാറിൽ മലയാളി വിറ്റ് കാശാക്കി. കരമുയർത്തുന്നവർക്ക് സ്വോത്രം. മാനസാന്തരപ്പെട്. SATയിലും ക്രെഡൻസ് ശാന്തമ്മയുടെ അവിടെ ഒരു കുഞ്ഞിനെ കിട്ടാൻ ക്യൂ നിൽക്കുന്നു. KJKയിൽ കിട്ടിയ കുഞ്ഞിനെ 3.5ക്ക് വിൽക്കുന്നു. മലയാളി. എവിടം വരെ എത്തി? കിടക്കുന്ന അപ്പൻ മക്കളെ കൊല്ലും. ഇതെല്ലാം ഒരു മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയക്കാരൻ കുറ്റം പറയില്ല. ഇതെല്ലാം അവിടെ നടക്കാൻ പോവാ. ഒരുവൻ എഴുന്നേറ്റ് വരുന്നു. സത്താൻ. അടുത്ത വാക്കൂടെ മോൻ വായിച്ചാട്ടെ. അടുത്തത് നിന്റെ മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. കണ്ടില്ലയോ? ദാണ്ട ജയിലൈജി എല്ലാവരും ഉണ്ട്. സുഹൃത്തുക്കള് ദാണ്ട ഒരു ഷെറിൻ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് ഭാസ്കരക്കാരനവർ. അവർ ദൈവവേലയ്ക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്ന ജോഷുവ സാറ് അമേരിക്കൻ സിറ്റിസൺസ് ആയിരുന്നു. വീട്ടിൽ വന്നൊരു പെങ്കൊച്ച. ബാക്കിയുള്ള സഭ ഞാൻ പറയുന്നില്ല, നമ്മുടെ കാര്യം സ്വോത്രം മിണ്ടുന്നില്ല. സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി. സ്വോത്രം. യോഗം കഴിഞ്ഞ് വന്നാൽ മതി. സ്വോത്രം. അവർക്ക് കൊട്ടേഷൻ സംഘമായിട്ട് പണത്തെ മോഹിച്ച് സകല കാര്യങ്ങൾ അമേരിക്കയിൽ ചെന്നിട്ട് കട്ടു. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് അപ്പൻ്റെ ഓഹരി
അടിക്കാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തെ വിളിച്ചു. ഇതാ കിടക്കുന്ന തിരുവനന്തപുരത്ത് പ്രശ്നമായി മുഖ്യമന്ത്രി പോലെ നാണം കെട്ടിരിക്കുന്നു. സ്വത്രം അവൾ ആ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂക്കാരി ഷെറിൻ കണ്ടോ. അതുകൊണ്ട് അമ്മയപ്പന്മാരെ കൊല്ലിക്കൊന്നു. ഇവിടെ ബ്രാഞ്ചെന്ന് അച്ഛനും അമ്മമ്മ ഇരിപ്പുണ്ട്. അമ്മമ്മ വീട്ടിൽ വരുന്ന പെൺപിള്ളാരോടൊക്കെ മര്യാദയ്ക്ക് സംസാരിച്ചോണം. സ്വത്രം കൊട്ടേഷൻ ടീമിൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, കൈകാര്യം ചെയ്ത് കളയും. സ്വത്രം അവിടെ ചക്കരെ പൊന്നേന്നൊക്കെ പറഞ്ഞ് നിന്നാൽ നല്ലതാ. ഷെറിൻ്റെ അനിയത്തിമാരിനി ആരൊക്കെ വരുന്നെന്ന് മാനസാന്തരപ്പെട്ടുകൊണ്ടാൽ മതി. സ്വത്രം അത് കഴിഞ്ഞ് അടുത്തതുകൂടെ കേട്ടോ. പെന്തിക്കോസുകാർ എല്ലാം തീരാൻ പോവാ. ചെങ്ങന്നൂർക്കാരെ ഒരു അപ്പായിരുന്നു കാർ ശരിയാക്കാമെന്ന് അമേരിക്കക്കാരൻ ടൊയോട്ട വെഞ്ഞാറമൂട് പോത്തങ്കോട് കഴക്കൂട്ടൻ നിപ്പോൺ വൈകിട്ട് ശരിയാക്കിപ്പോയി അപ്പനും മോനും. എവിടെ വെച്ച് തർക്കം തുടങ്ങിയെന്നറിയാം? കിളിമാനൂർ അടിയായി. കൊട്ടാരക്കര എത്തിയപ്പോൾ അപ്പൻ്റെ കഴുത്ത് ഞെരിച്ചു ജോഷ പാസ്റ്ററെ. എന്ത് ചെയ്തെന്നറിയാമോ? കൈകാലുകൾ വെട്ടി പത്തനംതിട്ട കഴുത്തരിഞ്ഞ് കോട്ടയം. അമേരിക്കക്കാരൻ അച്ചായി, അവൻ്റെ പേര് ഷെറിൻ, അപ്പനെ കൊന്നു. ഓർത്തഡോക്സ് പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ പള്ളിക്കകത്ത് കയറ്റിയില്ല, പെട്ടിയും കൊണ്ട് ശവക്കുഴി കൊണ്ടുപോയി താത്ത് കളഞ്ഞു. സ്വത്രം എന്തൊരു കാലം അച്ചായ. കേരളം എവിടം വരെ എത്തി? ഒരുവൻ്റെ കയ്യിലേക്ക് എത്താൻ പോകുന്നു ലോകം. അത് കഴിഞ്ഞിട്ട് പോസ്കോ വരാൻ പോകുന്നു. പോസ്കോ യശയ്യാ പ്രവചനം 3:12. കേരളം നെടുമങ്ങാടും കൊട്ടാരക്കരെല്ലാം പോസ്കോ. വൈരുമോനെ യശയ്യാ പ്രവചനം 3:12. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. അവിടെ നിന്നാട്ടെ. സകല കുട്ടികളെയും പീഡിപ്പിക്കുന്നില്ല കേരളത്തിൽ ഇത്ര വിദ്യാഭ്യാസമുള്ളവർ. കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് പോലീസിൽ നിന്ന് ഞാൻ എടുത്തു. ഞാൻ കരഞ്ഞുപോയി. 890 പോസ്കോ കേസ് കേരളത്തിൽ. സമ്പന്ന സാക്ഷരതമായ കേരളത്തിൽ കേരള പോലീസ് 890 പോസ്കോ കേസ്. കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പറയാൻ നാണക്കേട്. 64 പേർ ഒരു പെൺകുട്ടിയെ, അവരുടെ വീട്ടുകാരെങ്കിലും കുഴപ്പമുണ്ട്. സ്വത്രം മൊബൈൽ കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കണ്ടില്ലേ? കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഇത് അന്ത്യകാലമായില്ലേ? കുട്ടികളുടെ പീഡനകാലം. അത് കഴിഞ്ഞിട്ട് അമ്മച്ചിമാർ വായിച്ചാട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്.